मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। മാഡം എന്താണ് ഈ ചെയ്യുന്നത്? മനസ്സിലായി, നമ്മൾ വീട് പെയിന്റ് ചെയ്യാൻ പോവാണ്. അല്ല, നാളെ ഹോളിയാണ്, അതുകൊണ്ടാണ് മാഡം കളറൊക്കെ എടുക്കുന്നത്. സർ, ഹോളിഡേ അന്ന് പഴയ തുണികൾ പെട്ടിന്ന് എടുക്കാറാണ് പതിവ്. സാർ ഇത് പാക്ക് ചെയ്യാണല്ലോ. വീട് വൃത്തിയാക്കേണ്ടത് നിന്റെ ജോലിയാണ്. ഞാൻ പോവാണ്, നാളെ ഹോളിയാണ്. അടികൈ കളർ പൊടി അങ്ങേക്ക് എന്തിനാണ് ഇത്രയും പേടി? എനിക്ക് 2 ദിവസത്തെ സെമിനാർ ഉണ്ട്. അതിന് പോയില്ലെങ്കിൽ എന്റെ മാനേജർക്ക് വട്ടാകും. ഞാൻ ഇപ്രാവശ്യം ഹോളി അടിച്ചു പൊളിക്കാൻ പോവാണ്. കൂടാതെ ഇപ്രാവശ്യം ഓർഗാനിക് കളറുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. പെട്ടാൽ സിനിമയിൽ കിട്ടും ചാൻസ്. എനിക്കും ഇന്ന് കളിക്കണം ഡാൻസ്. അടികൈ. കിറ്റിയുടെ പുറത്ത് ഞാനായിരിക്കും ആദ്യം കളർ പൊടി അടിക്കുക. ഇത് ഓർഗാനിക് കളറാണ്. ഇതുകൊണ്ട് ഹോളി കളിച്ചാൽ മതി. ഹാനികരമായ കളേഴ്സ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. യെസ് മാഡം. എന്റെ പേരാണ് ബാഡ് മങ്കി. നാളെ ഹോളിയാ. നാളെ ബണ്ണിയുടെ മുഖത്ത് ഞാൻ സിൽവർ കളർ അടിച്ചിരിക്കും. അതടിച്ചാൽ ഹോളി കഴിഞ്ഞാൽ ആ കളർ പോവുകയില്ല. എന്താ ഭായി, ഇന്നെന്തിനാ കളർ അടിച്ചതാ? നാളെയല്ലേ ഹോളി. ഹോളി ആഘോഷിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തതാ. അതെയോ, കൊള്ളാം. എന്നാ വാ, ഞാനിപ്പം തന്നെ ഇടിക്കാൻ പോകുന്ന ഇടിയില് നാളെ നിനക്ക് കളർ അടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. ഓ, ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ എന്ന് പറഞ്ഞതിന് ഹോളി ആശംസകൾ എന്ന് പറഞ്ഞതിന് മധുരങ്ങളിൽ എനിക്കിഷ്ടം ബോളി. നമുക്കിന്ന് കളിക്കാം ഹോളി. അടികൈ. ജോർദാറെ, ഇങ്ങോട്ട് വരൂ. നിനക്കും നിന്റെ അച്ഛനും നിന്റെ അമ്മയ്ക്കും അനിയനും ചേട്ടനും ചേട്ടത്തിക്കും എല്ലാവർക്കും എന്റെ ഹാപ്പി ഹോളി. നീ വയ്ക്കോ. സണ്ണി, ഇങ്ങോട്ട് വാ. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. അതെ ഭായ്, എന്തെങ്കിലും മ്യൂസിക് ഉടനിട്. കഷ്ടപ്പെട്ടാൽ സിനിമയിൽ കിട്ടും ചാൻസ്. എനിക്കും ഇന്ന് കളിക്കണം ഡാൻസ്. അടികൈ. എന്റെ ഇര.
എയ്റോപ്ലെയിനിൽ കയറി ആരാണ് ബർത്ത് ചോദിച്ചത്? മങ്കി, നീ എന്താണ് കാണിച്ചത്? അടികൈ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഓർഗാനിക് കളർ വെച്ച് മാത്രമേ ഹോളി കളിക്കാവൂന്ന്. സംശയമുണ്ടോ? ഞാൻ ബണ്ണിയാണ് സിൽവർ കളർ അടിക്കാൻ നോക്കിയതാ. അതിന്റെ ഇടയ്ക്ക് ഇയാള് കയറി വന്നാൽ ഞാൻ എന്താ ചെയ്യാ? നീ ചെയ്തത് വലിയ തെറ്റാണ്. എനിക്ക് നല്ല രസം തോന്നുന്നു. പട്ടി ഓടിച്ചാൽ നമ്മൾ ഓടുക. നാളെ എന്റെ സെമിനാറാണ്, ഞാൻ എങ്ങനെയാണ് പോവുക? ഇങ്ങോട്ട് വാ നോക്കട്ടെ. ഓ, നിനക്ക് നല്ല പണി കിട്ടി. പ്രശ്നം തന്നെയാ, ഇത് സിൽവർ പെയിന്റ് ആണ്. സോപ്പിട്ട് കഴിയാലും പോവില്ല. ഇല്ല ഇല്ല, ചാണകം കൊണ്ടത് എടുക്കാവുന്നതേ ഉള്ളൂ. എന്ത് ചാണകോ? കളർ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. സോറി. എണ്ണ തേച്ചാൽ ഈ പെയിന്റ് ഇളകും. ഞാൻ പോയി കൊണ്ടുവരാം. ഒന്ന് പതുക്കെ. നമുക്ക് തീ വെച്ച് നോക്കിയാലോ? അതിൽ തീർച്ചയായും പോവും. അത് വെച്ച പെയിന്റ് മാത്രമല്ലടാ, എന്റെ ജീവനും കൂടെ പോവും. പൊയ്ക്കോ. Oh God, ഇത് ഒരുപാട് വൃത്തികേടായി. വല്ലാതെ നീറ്റിലെടുക്കുന്നു. എത്രയും പെട്ടെന്ന് പോയി ചന്ദനം എടുത്തോണ്ട് വരുന്ന നല്ലതാ. അത് നല്ല കുളിർമ കൊടുക്കും. എന്റെ അമ്മേ, ഞാൻ സെമിനാറിന് പോയില്ലെങ്കിൽ എന്റെ ജോലി തീർച്ചയായും പോക്കാ. കർത്ത എല്ലാവരുടെയും സുഹൃത്താ, അത് ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. വേണ്ട, ഔ, പറയുന്നത് കേൾക്ക്. ഔ, വേണ്ട. ഔ, 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 ഔ. നമ്മൾ നിറം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ നിറം കൂടുതലാക്കിയിരിക്കുക. എടാ, ചന്ദനം തേച്ചപ്പോ എന്താണ് ഇത്രയ്ക്ക് നീർന്നത്? കർത്ത എല്ലാവരുടെയും സുഹൃത്താ, ചന്ദനത്തിന്റെ പൗഡർ കിട്ടിയില്ല. അതുകൊണ്ട് ചന്ദനം അരച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ടുകൊണ്ടുവന്ന് തേച്ചതാണ്. ഔ. അതെ ബായ്, ഇവൻ അതിനകത്ത് ഉപ്പിട്ടത് ഞാനും കണ്ടതാ. പത്തം പത്തിന് ഓണം വന്നു, എനിക്കിപ്പോ കഷ്ടകാലം വന്നു. അടികൈ. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇദ്ദേഹത്തിന്റെ മുഖത്ത് സ്കിൻ കളർ പൂശാം. അപ്പോൾ ഈ സിൽവർ കളർ സ്കിൻ കളറിന്റെ താഴെ ആവുമല്ലോ. ഒന്നും മിണ്ടാതിരിക്കടാ. എനിക്ക് കൺഫേം ആയി. നിന്റെ ഐഡിയ കാരണം ഖന്ന സാറിന്റെ പണി തീരാൻ പോവുകയാണ്. സംശയമുണ്ടോ? എന്താ ഇതൊക്കെ? നിങ്ങളൊക്കെ ഓൾഡ് ഫാഷനാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ ലേറ്റസ്റ്റ് ക്രീം ഉണ്ട്. ഇത് വെച്ച് ഇത് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ നോക്ക്, മുഖത്ത് നല്ല ഗ്ലോയും കിട്ടും. ഇതെന്താ സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. സോറി കന്ന സാർ, ഈ ക്രീം 6 മാസം മുമ്പ് തന്നെ എക്സ്പയർ ആയി പോയതാണ്. ഖന്ന സാറിന്റെ മുഖം പഴയതുപോലെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഇല്ലേ? രക്ഷിക്കണേ, എനിക്ക് വല്ലാതെ നീറുന്നേ. എന്നാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സ്കിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എടുക്കാം. വീടിന്റെ ടെറസിൽ ആരെങ്കിലും ആൽമരം നടുവോ? എലിയെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും ഇല്ലം ചുടുവോ? അടികൈ. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. ഇങ്ങോട്ട് വാ. അല്ല, തന്നെ ആരും കളർ അടിച്ചില്ലേ? കർത്ത എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ കളർ അടിക്കാം. അടിച്ച കളറൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്റെ ഒരു പുതിയ എക്സ്പെരിമെന്റ് ആണ്. അതുകൊണ്ട് എന്റെ പുറത്ത് നിറങ്ങൾ തങ്ങി നിൽക്കില്ല. അല്ല, എന്റെ അനന്തരവനെ എങ്ങും കാണാനില്ലല്ലോ. സാധനം കെട്ടിവെക്കാൻ വേണം ചാക്ക്. അമ്മാവ, ഞാൻ ഇവിടെ ഉണ്ട്, നോക്ക്. അടികൈ. എന്റെ മോനെ, കുതിര പോലെ ഇരുന്ന നിന്നെ ആരാടാ വരിക്കുതിര ആക്കിയത്? വരിക്കുതിരയല്ല, ഖന്ന സാർ തന്നെയാണ്. സ്ക്രാച്ച് വീണതേ ഉള്ളൂ. എനിക്ക് മനസ്സിലാകുന്ന പോലെ ഒന്ന് പറയേ. അമ്മാവ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നാളെ എന്റെ സെമിനാറാണ്, എന്റെ പണി പോകും. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഞാനുണ്ടല്ലോ.
ഇത് വലിയ അത്ഭുതം തന്നെയാണ്. കളർ മുഴുവൻ പോയി കിട്ടി. ഇത് അടിപൊളി തന്നെയാണ്, സംശയമുണ്ടോ? സാറിന്റെ മുഖം പഴയതുപോലെ തന്നെ ആയി സർ. ഓ എന്നെയും ഒന്ന് വൃത്തിയാക്കി എടുക്ക അമ്മാവാ, വേഗം ഒന്ന് വൃത്തിയാക്ക. ഇങ്ങോട്ട് വാ. ടേബിളാന്ന് വിചാരിച്ച് നിന്റെ മുഖത്ത് ആരാണ് വാർണിഷ് പൂശിയത്? നിന്നെക്കാളും വലിയ വീരൻ അത് ആരാന്ന് പറയ്. ഞാൻ എല്ലാരെയും സിൽവർ കളർ പൂശാൻ വേണ്ടി നടക്കായിരുന്നു. അപ്പൊ എന്നെ ഒരു കാള ഇടിച്ച് വാർണിഷ് അടിക്കുന്ന ഡ്രമ്മിനകത്ത് ഇട്ടു. ഇതിനാണ് പറയുന്നത്, എന്ത് ചെയ്യുന്നുവോ അതിന്റെ ഫലം കിട്ടും, സംശയമുണ്ടോ? ഹോളി വർണ്ണങ്ങളുടെ ഉത്സവമാണ്, അത് നമ്മൾ നന്നായിട്ട് ആഘോഷിക്കണം. പക്ഷെ സിൽവർ കളറോ പെയിന്റോ ഇങ്ങനെ ഹാനികരമായ കളർ ഒഴിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഹോളി എപ്പോഴും ഓർഗാനിക് കളർ കൊണ്ട് മാത്രമേ കളിക്കാവൂ. അല്ലെങ്കിൽ നിന്നെ പോലെ കഷ്ടപ്പെടേണ്ടി വരും, സംശയമുണ്ടോ?